കൊണ്ടുവന്ന് കാണിക്കാൻ പറ്റിയിരുന്നെങ്കിൽ ശാരികയുടെ പകുതി അസുഖം മാറിയേനെ. അതിപ്പോ അന്വേഷണം നടക്കുന്നുണ്ട്. ആരാ കൊണ്ടുപോയതെന്നോ എങ്ങോട്ടാ കൊണ്ടുപോയതെന്നോ ഒരറിവുമില്ല. നമ്മുടെ പോലീസല്ലേ, കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന അവസ്ഥയിലായിപ്പോ. ചെന്ന് പറഞ്ഞോണ്ടേയിരിക്കണം. എന്തെങ്കിലുമൊക്കെ നടപടിയെടുക്കാൻ അതേ വഴിയുള്ളൂ. എല്ലാവരും അവരവരുടേതായ വഴികളിലൂടെ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാ സത്യം. ചേച്ചിയുടെ അവസ്ഥ ഇപ്പൊ എങ്ങനെയാ? മോളെ കൊണ്ടുവന്ന് കാണിക്കാന്നുള്ളതാ ഏക പോംവഴി. അത് നടക്കാത്ത സ്ഥിതിക്ക് മരുന്നുകൾ കൊണ്ടൊരു ശ്രമം, അതാ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത്. ശാരികയുടെ ഉള്ളിലെ ആദ്യം ബുദ്ധിമുട്ടുകളും ഒന്ന് കുറയ്ക്കാൻ കഴിഞ്ഞാൽ വളരെയധികം ഗുണം ചെയ്യും. മെഡിസിൻ കൊണ്ട് മാറ്റാൻ പറ്റാത്ത പല അസുഖങ്ങളും ജീവിതത്തിലെ ചില നല്ല നിമിഷങ്ങൾ കൊണ്ടും നല്ല മുഹൂർത്തങ്ങൾ കൊണ്ടും മാറ്റാൻ കഴിയുമെന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? ഉചിതമായ രീതിയിൽ എന്തൊക്കെ ചെയ്യാൻ കഴിയോ അതൊക്കെ ചെയ്യുക. ഒടുവിൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് പോസിറ്റീവ് ആയിരിക്കണമെന്ന് മാത്രം. എടാ നീ ഇത് ആരെയാടാ നോക്കുന്നേ? എടാ നമുക്ക് വേണ്ടത് ഒരു കുഞ്ഞിനെയാ. അച്ഛനെ തള്ളില്ലാണ്ട് കുഞ്ഞുണ്ടാവില്ലല്ലോ, അതുകൊണ്ടാ തള്ളയെ നോക്കുന്നേ. എടാ തള്ളയുടെ കൂടെ കുഞ്ഞുണ്ടാവുന്ന പോലെ തള്ളയുടെ കൂടെ കുഞ്ഞിന്റെ അച്ഛനും കൂടെ ഉണ്ടാവും. അത് നീ മറക്കണ്ട. അയ്യോ, അച്ഛനെ സംശയിച്ചതാ. അച്ഛനെ നമുക്ക് വേണ്ട നല്ല ഐശ്വര്യമുള്ള കുഞ്ഞാ. ഈ സൗന്ദര്യമുള്ള അമ്മമാരുടെ കയ്യിലല്ലേ സൗന്ദര്യമുള്ള കുഞ്ഞുങ്ങൾ ഉണ്ടാവൂ. അതിനുള്ള പ്രയത്നത്തിലാ ഞാൻ. പ്രയത്ന ഈ രീതിയിലാണെങ്കിലേ ഈ പ്രയത്നത്തിലുള്ള ഫലം ഉടനെ കിട്ടും നിനക്ക്. വാങ്ങിച്ച് കൂട്ടും കുറെ നീ. ആശനെ കൊച്ച് അവിടെ എവിടെ? അവിടെന്ന് എടാ നമുക്കങ്ങ് പൊക്കിയാലോ? എവിടെന്നാ? അത് പട്ടാപ്പകല. അത് പിന്നെ പുലിവാല. ആശനെ കേസാവേ. എടാ അതങ്ങനല്ലടാ. കുഞ്ഞിന്റെ അമ്മയോടും അച്ഛനോടും സംസാരിച്ചുറപ്പിച്ച് കുഞ്ഞിനെ കൊണ്ടുപോകുന്ന കാര്യം ഞാൻ ഈ പറഞ്ഞേ. അങ്ങനെ തെളിച്ചു പറ. ഞാനങ്ങ് പേടിച്ചു പോയില്ലേ. സംഗതിയെ പോസ്കോയാ, പോസ്കോ. എടാ പോസ്കോ അല്ലടാ പോക്സോ. അതിപ്പോ എങ്ങനെയാണെങ്കിലും ചെന്ന് നിൽക്കും ജയിലിനകത്താണല്ലോ. ജാമ്യം മൂലം കിട്ടില്ല ആശനെ. എടാ പറഞ്ഞിരിക്കാതെ ഇങ്ങോട്ട് വാ. ആശൻ കൊച്ചിനെടുക്ക്. അപ്പൊ ആദ്യം ഓടി വരുന്ന ആരായിരിക്കോ അവരായിരിക്കും ഇതിന്റെ അച്ഛനമ്മയും. എടാ നീ എന്നെ തല്ലുകൊള്ളിക്കാൻ പ്രതിജ്ഞ എടുത്ത് വന്നിരിക്കുകയാണല്ലേ. ആശൻ ഈ കുഞ്ഞിനെടുക്ക്. എടുക്കാശനെ. ഡേയ് നീ കാര്യത്തിൽ തന്നെ പറയുന്നേ. ഓ എടുക്ക്. ഞാൻ എടുക്കാൻ പോവാണേ. ഞാനിങ്ങനെ ഒന്ന് പറഞ്ഞു മനസ്സിലായി. ഇത് ഞാൻ കൈകാര്യം ചെയ്തോളാം. ഈ കൊച്ചിനെ കുറച്ചു സമയത്ത് ഞങ്ങൾക്കൊന്ന് വേണമായിരുന്നു. എന്നത്? ഈ കൊച്ചിനെ കുറച്ചു സമയത്തേക്ക് ഞങ്ങൾക്കൊന്ന് വേണമായിരുന്നു. കണ്ടില്ല ചേട്ടേ, ഇത്രേ ഉള്ളൂ കാര്യം. അയ്യോ അയ്യോ, തട്ടിക്കൊണ്ടു എന്നടി யாரு இவன்மாரு? നമ്മുടെ കുഴந்தை ചോദിച്ചു വന്നിருக்கு. എനിക്ക് ഇവങ്ങളെയൊന്നും തെരിയാൻ പാടില്ലണ്ണ. പട്ടാ പകൽ ഇവന്മാര് കൊച്ചിനെ പിടിക്കാൻ വന്നിരിക്കുന്നോ? എന്താ? ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഒരു അമ്മയ്ക്ക് കുഞ്ഞിനെ നഷ്ടപ്പെട്ടു. ഒരു 10 മിനിറ്റ് നേരത്തേക്ക് ഈ കുഞ്ഞിനെ ഒന്ന് കാണിക്കാനാ. എന്റെ മണിവാള് പുറത്തമ്മേ. 10 മിനിറ്റ് കൊടുക്കണം കാശ്. കാണിച്ചു കഴിയുമ്പോ ഇതുപോലത്തെ ഒരെണ്ണം കൂടെ കയ്യിൽ വെച്ച് തരും. ഒന്നാക്കണ്ട, 2 എണ്ണം തന്നേക്കാം പോരെ? ഉടായ്പൊന്നും അല്ലല്ലോ. ഒരു ഉടായ്പ അല്ല ചേട്ടാ, ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാ. ചേട്ടന്റെ ഭാര്യ ഞങ്ങളെ തെറ്റിദ്ധരിച്ചതാ. ശരി, കാശ് ഓക്കെ ആണെങ്കി
നമ്മൾ ഓക്കെ എന്നാ നമ്മൾ ഓക്കെ. ആഹാ മക്കളമാർ സ്കൂളിൽ പോ ഒരുങ്ങോ അല്ലയോ? അമ്മ എന്തിയേ? അമ്മയ്ക്കൊപ്പം ആണോ നിങ്ങൾ സ്കൂളിലോട്ട് പോന്നേ? അല്ല, അതിന് അമ്മയെ സത്യാമ്മ തല്ലി പുറത്താക്കി വാതിലടച്ചില്ലേ? പിന്നെ അമ്മ എങ്ങനെ ഇവിടെ നിൽക്കുന്നേ? അമ്മയെ തല്ലി പുറത്താക്കിയെന്നാ? ഒരുപാട് തല്ലി വെച്ചോ, ഒരുപാട് വഴക്കും പറഞ്ഞു. അമ്മ കരഞ്ഞോണ്ടാ പോയെ. പോയെന്നാ? എങ്ങോട്ട്? അതറിയില്ല. തല്ലല്ലേ ഞങ്ങൾ ഒരുപാട് പറഞ്ഞു, പക്ഷെ സത്യാമ്മ കേട്ടില്ല. എന്താ പൊന്നി ഇതൊക്കെ? രാഘവൻ സാറ് വൈദ്യരുടെ അടുത്ത് പോയപ്പോഴായിരുന്നു പിന്നെ സാറിനോട് പറയണ്ടെന്ന സത്യാമ്മ പറഞ്ഞത്. ഇവക്ക് എന്തോ പറ്റിയേ? വട്ടായോ? ഈ വഴക്കും വഴക്ക് നിർത്തി വെച്ചിരുന്നാന്നല്ലോ, പിന്നെ തുടങ്ങിയ? അല്ല എന്തോ ഉണ്ടായേ? എന്തിനാ ശാലിനി ഭാമതില്ലേ? ഈ കുട്ടികളെ പറയുന്ന കേട്ടാ ഇവിടെ വലിയ വഴക്കടന്നു പോലാന്നല്ലേ? അതൊക്കെ സത്യാമ്മയ്ക്ക് അറിയുള്ളൂ. അല്ല അപ്പൊ ഇനിയിപ്പോ നിങ്ങൾ എങ്ങനെ പോന്നേ? വിഷുവിനെ കാണില്ലല്ലേ? അവനാണല്ലോ സാറിനെ ഒന്ന് കൊച്ചോളെ കൂട്ടിക്കൊണ്ടു പോന്നേ. അല്ല ഇനി അവനെ ഇവിടെ കുറച്ച് ഇറക്കി വിട്ടാ? ഞാൻ പറഞ്ഞില്ലേ സാറേ, എന്താണ് നടന്നതെന്ന് കൃത്യമായിട്ട് സത്യാമ്മയ്ക്ക് അറിയൂ. അപ്പൊ ഇവിടെ വലിയ വഴക്ക് എന്നാ നടന്നേക്കുന്നേ? ഇതിപ്പോ ആരോട് ചില സത്യാവസ്ഥ അറിയാവുന്നേ? വിഷുവിനെ തന്നെ വിളിക്കാം. അങ്ങനെ വിട്ടാ പറ്റത്തില്ലല്ലോ. കുറെ കാലമായിട്ട് വഴക്കൊന്നും ഇല്ലായിരുന്നതാ.